നിങ്ങളിൽ എത്ര പേര് നിങ്ങൾക്ക് മാത്രമായിട്ട് ദിവസത്തിൽ കുറച്ച് സമയം മാറ്റി വെച്ചവരുണ്ട്? ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം ഡെയിലി കണ്ടെത്തുന്ന ഒരാളാണ് കേട്ടോ. അതിപ്പോൾ ഇന്ന സമയം ഇത്ര സമയം എന്നൊന്നുമില്ല. ചിലപ്പോൾ പകലുകളിൽ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ രാത്രി. എനിക്കിഷ്ടപ്പെട്ട സമയം എന്ന് പറയുന്നത് രാത്രിയാണ് കേട്ടോ. രാത്രി നമ്മളുടെ പണികളൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡും കുട്ടികളൊക്കെ കിടന്നുറങ്ങി ആ ഒരു സമയത്ത് ഇതുപോലെ ഒരു ഡിം ലൈറ്റൊക്കെ ഇട്ട് അതിൻ്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ ഡയറി എഴുതാം. പണ്ട് മുതലേ ഉള്ള ശീലമാണ് ഇങ്ങനെ ഡയറി എഴുതുക എന്നുള്ളത്. ഇപ്പോൾ അതിന് ജേണൽസ് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഈ ഡയറി എഴുതുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊരു ആത്മാർത്ഥ സുഹൃത്തില്ലായിരിക്കുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലും നമുക്ക് കാര്യങ്ങളൊന്നും തുറന്നു പറയാനൊന്നും ഇല്ലെങ്കിൽ നമ്മളുടെ സന്തോഷമായാലും സങ്കടമായാലും നമുക്ക് ഈ ഒരു ഡയറിയിൽ കുത്തിക്കുറിച്ച് വെച്ചാണ്ടല്ലോ എന്തൊരു സമാധാനമായിരിക്കും എന്നറിയോ ആ ഒരു രാത്രി നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ഷെയർ ചെയ്യുന്നതായാലും നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തൊന്നും വരില്ല അല്ലേ അവരോട്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഡയറിയിൽ എഴുതി സൂക്ഷിച്ച് വയ്ക്കാം. വേറെ ആരും നമ്മളുടെ ആ ഒരു പ്രൈവറ്റ് സ്പേസിൽ കയറി തലയിടാനൊന്നും വരില്ലല്ലോ. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഒരു 10-11 മണിയാകുമ്പോൾ ഈ ഒരു നൈറ്റ് ലാമ്പൊക്കെ ഇട്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഡയറിയും തുറന്ന് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്ന് എഴുതും. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങിയിട്ട് ഞാനിങ്ങനെ ഇതൊക്കെ ജേർണൽസ് പോലെയൊക്കെ പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ അടുത്തൊക്കെ ഇത് ഒട്ടിച്ച് വെക്കിട്ടോ. ഒന്നില്ലെങ്കിൽ ഞാൻ എഴുതിയതുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളൊരു പിക്ചർ അതിൽ നിന്നൊക്കെ ഞാനിങ്ങനെ എടുത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കും. പിന്നെ കുറച്ച് സ്റ്റാർസൊക്കെ ഉണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് തന്നെ സ്റ്റാർ കൊടുക്കും. എന്നിട്ട് നമുക്കതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. ഇതൊക്കെ എഴുതി കഴിഞ്ഞ് നമ്മൾ ആ ഡയറിയൊക്കെ അടച്ചു വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും ഉണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് അനുഭവിച്ച് തന്നെ അറിയണം. നമുക്ക് വേണ്ടി മാത്രം നമ്മൾ കുറച്ച് നേരം ദിവസത്തിൽ ചിലവഴിച്ചു എന്ന് നമുക്ക് തോന്നാം. അപ്പോൾ തന്നെ നമുക്ക് നമ്മളുണ്ട് എന്നുള്ളൊരു തോന്നൽ വരും. ആദ്യം മുതലേ ഞാൻ ഡയറി എഴുതുന്നു ഞാൻ പറഞ്ഞല്ലോ. പണ്ട് മുതലേ, അതായത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ഡയറി എഴുത്ത് എൻ്റെ ഒരു ശീലമായിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് നിന്ന് പോവും, പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും എടുത്ത് എഴുതും. അങ്ങനെയൊക്കെ ഡേറ്റൊക്കെ ഇട്ട് അന്നത്തെ ദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ എഴുതൽ. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് അത്ര പുതുമയുള്ളതല്ല. ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് അതിൻ്റെ അഡ്വാൻസ് ലെവലിലായി ടു ഡു ലിസ്റ്റൊക്കെ ചെയ്യലും ഒക്കെ ആയിരുന്നു. എന്താ ഡയറിയിൽ എഴുതാന്ന് ഒരു പിടുത്തില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽസൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഇന്നൊരു ദിവസം ലഭിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത് വെച്ച് അതിന് താങ്ക്ഫുൾ ആവാം. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുത്ത് എഴുതുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഇതിൽ കാണിച്ചിരിക്കുന്ന 2 പ്രൊഡക്ട്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്നെ പോലെ തന്നെ നിങ്ങളും എൻജോയ് ചെയ്യുക. മീ ടൈം.